തലവൻ ഡയറക്റ്റഡ് ബൈ ജിസ് ജോയ്. സോ ഈ സിനിമ ആക്ച്വലി വന്നിട്ട് എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്ന് ഉറപ്പിച്ച ഒരു സിനിമയാണ്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും തിയേറ്ററിൽ തന്നെ പോയിട്ട് കണ്ടു. കാരണം ഇത് OTT-യിൽ വന്ന് കാണാൻ വലിയ താല്പര്യമില്ല. കാരണം ഇപ്പോൾ OTT-യിൽ കാണുന്ന സിനിമകൾ വളരെ കുറവാണ്. കാരണം നമുക്ക് അത്രയും എൻഗേജിങ് ആയിരിക്കണം OTT-യിൽ ഒരു സിനിമ കണ്ടു തീർക്കണമെങ്കിൽ ഒരു പെർസ്പെക്റ്റീവാണ്. സോ അതുകൊണ്ട് തന്നെ വന്നിട്ട് ഈ സിനിമ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇതിന്റെ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് ജിസ് ജോയ്, ഇതിന്റെ ഡയലോഗ്സിൽ ജിസ് ജോയ് വർക്ക് ചെയ്തിട്ടുണ്ട്. ജിസ് ജോയുടെ കൂടെ ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ശരത് പെരുമ്പാവൂർ, അതുപോലെ തന്നെ ആനന്ദ് ദേവർക്കാട്. ഇവർ രണ്ടുപേരാണ് ആക്ച്വലി ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ഡയലോഗ്സ് എഴുതിയിട്ടുള്ളത് ജിസ് ജോയ് തന്നെയാണ്. സ്റ്റാറിംഗ് ബിജു മേനോൻ, ആസിഫ് അലി, അതുപോലെ തന്നെ മിയ ജോർജ്, അനുശ്രീ, കോട്ടയം നസീർ, ദിലീഷ് പോത്തൻ, ശങ്കർ രാമകൃഷ്ണൻ, ജാഫർ ഇടുക്കി, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് ഈ സിനിമേൻ്റെ അകത്തേക്ക് ഉണ്ട്. ജിസ് ജോയ് ഓബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫീൽ ഗുഡ് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ജിസ് ജോയ് തൻ്റെ ട്രാക്ക് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ വരെ എന്ന് പറയുന്ന സിനിമയിലൂടെ വന്ന് ഇപ്പോൾ തലവൻ എന്ന് പറയുന്ന ഒരു ത്രില്ലർ എടുത്തിരിക്കുകയാണ്. ത്രില്ലർ എന്ന് പറയുമ്പോൾ ഇതൊരു സീറ്റഡ് ത്രില്ലർ അല്ല, ഇതൊരു സ്ലോ പേസ്ഡ് ത്രില്ലർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ട് പോലീസുകാർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ക്ലാഷ് അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷ് കൊണ്ട് തന്നെയാണ് ആ സിനിമ തുടങ്ങുന്നത്. അതുപോലെ തന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ദിലീഷ് പോത്തനാണ് ആക്ച്വലി ഇത് നെറേറ്റ് ചെയ്യുന്നത്. സോ ദിലീഷ് പോത്തൻ നെറേറ്റ് ചെയ്യാനുണ്ടാകുന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട്. സോ ബിജു മേനോനും ആസിഫ് അലിയുടെയും ക്യാരക്ടേഴ്സ് തമ്മിലുണ്ടാകുന്ന ഒരു ക്ലാഷ്, അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ക്ലാഷ് ഉണ്ടാകുമ്പോൾ ഓബ്വിയസ്ലി ആ സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ എൻഗേജ്നെസ് കൂടുതലായിരിക്കും തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ആസിഫ് അലിയുടെയും അതുപോലെ തന്നെ ബിജു മേനോനും തമ്മിലുള്ള ക്ലാഷ് ഭയങ്കര നന്നായിട്ട് എടുക്കാനും അത് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാനും വേണ്ടി പറ്റിയിട്ടുണ്ട്. ക്ലാഷ് ആകുന്ന സമയത്ത് അതിന്റെ കൂടെ അവരവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സബ് ക്യാരക്ടേഴ്സിന്റെ പ്ലോട്ടൊക്കെ കൊണ്ട് വളരെ നന്നായിട്ട് ആക്ച്വലി ജിസ് ജോയ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ബ്ലോക്കിലേക്ക് നെറേറ്റ് ചെയ്ത് പോകുന്ന ദിലീഷ് പോത്തന്റെ ക്യാരക്ടറും അതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പോലുള്ള ക്യാരക്ടേഴ്സിന്റെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ഒരു മേക്കിംഗ് വന്നിട്ട് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തു. സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ശരൺ നായരാണ്. സോ അതുപോലെ തന്നെ ഇതിന്റെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് സൂരജ് ES ആണ്. സൂരജ് ES വളരെ നല്ലൊരു വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഒരു പ്രേക്ഷകന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന സ്റ്റോറിയാണ്, നോൺ ലീനിയർ ആയിട്ടൊക്കെ പോയിരിക്കുന്നത്. പക്ഷെ അത് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സൂരജ് ESന് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് എന്ന് പറയുന്നത് ദീപക് ദേവ് ആണ്. പാട്ടുകളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഗംഭീരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദീപക് ദേവിനുണ്ട്. കാരണം ഒരു യുണീക്ക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനകത്ത് അതായത് ക്യൂരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലും അതുപോലെ തന്നെ നമുക്ക് ഒരു എഡ്ജി ആയിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ദീപക് ദേവിന് പറ്റിയിട്ടുണ്ട്. അത് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ആക്ച്വലി ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ക്ലൈമാക്സിൽ എൻഡ് ക്രെഡിറ്റിൽ വന്നിട്ടുള്ള പാട്ടും വളരെ നന്നായിട്ടുണ്ടായി. അത് ഇടയിൽ വന്നിരുന്നെങ്കിൽ അതൊരു കൊമേഴ്ഷ്യലൈസ്ഡ് ആയെന്ന് എനിക്ക് തോന്നി. പക്ഷെങ്കിൽ എൻഡിൽ വന്നിട്ടുള്ള പാട്ടും വളരെ ഗംഭീരമായിട്ട് തോന്നി. പെർഫോമൻസിലേക്ക് വരുന്ന സമയത്തേക്ക് ആസിഫ് അലി ഇമോഷൻ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു ഇമോട്ട് ചെയ്യേണ്ട സമയത്തൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു നടനാണ്. കാരണം നമുക്ക് അനുരാഗ കരിക്കിൻ വെള്ളത്തിനകത്തുള്ള ആസിഫ് അലിയുടെ മുഖത്തടി കൊണ്ടിട്ടുള്ള ഒരു റിയാക്ഷൻ, അത് ആ ഒരു സെറ്റ് ഓഫ് ക്ലാസ്സിലുള്ള ആക്ടേഴ്സിന്റെ ഇടയിൽ വന്നിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള റിയാക്ഷൻ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഭയങ്കര എല്ലാവരും പറയുന്നതാണ്. സോ അത്തരത്തിലുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യാൻ ആസിഫ് അലി ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ആസിഫ് അലി അതുപോലെ തന്നെ ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു ഭയങ്കര എന്താ പറയുക ചോരത്തളപ്പുള്ള ഒരു കോപ്പ്, അതാണ് ആക്ച്വലി ആസിഫ് അലി ഇതിൻ്റെ അകത്ത്. ബിജു മേനോൻ അതുപോലെ തന്നെ പിന്നെ അയ്യപ്പനും കോശിയുടെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ ആ ഒരു അതേ മൂഡിൽ പിടിച്ചിരിക്കുന്ന ഒരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറാണ് ആക്ച്വലി ബിജു മേനോന്റെ ക്യാരക്ടർ. ഇതിനകത്ത് കോട്ടയം നസീർ ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷനും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ആക്ച്വലി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ കോട്ടയം നസീറും കുറെ കാലത്തിന് ശേഷം കോട്ടയം നസീർ ഈ ഇടയിൽ വന്നിട്ട് കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തും കോട്ടയം നസീർ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കോമഡി എലമെന്റ് ആയിട്ട് വരുന്ന ഒരാളാണ് ജാഫർ ഇടുക്കി. പക്ഷേ ജാഫർ ഇടുക്കിയൊക്കെ വന്നിട്ട് എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ജാഫർ ഇടുക്കി ഒരു കോമഡി ട്രാക്കുമായിട്ട് ഇടയിലിടയിൽ വന്നു പോകുന്നുണ്ട്. അത് എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ അത് വന്നിട്ട് ആ സിനിമക്ക് ഒരു ത്രെഡ് ബ്രേക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സ്റ്റിൽ അത് ഓക്കെ ആയിരുന്നു ആ കാര്യങ്ങൾ. കാരണം ഒരു ബ്രെത്ത് ടേക്കർ പോലെ തോന്നി. കാരണം സിനിമയുടെ ഉടനീളം സിനിമക്ക് ഒരു മൂഡായിരുന്നുകൊണ്ട് അതൊരു ബ്രെത്ത് ടേക്കർ പോലെ തന്നെ തോന്നി. ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുന്ന സമയത്തും ഇതിന്റെ
ത്രില്ലിംഗ് എലമെന്റ്സിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീറ്റ് എഡ്ജി ആയിട്ടുള്ള ഒരു ത്രില്ലർ അല്ല, മറിച്ച് കുറച്ചും കൂടി സെറ്റിൽ ആയിട്ടുള്ള കുറച്ചുകൂടി എന്താ പറയുക സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ പിന്നെ ഇതിന്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് ഹാഫ് വളരെ ഗംഭീരമായിട്ട് തോന്നി, വെരി ഓണസ്റ്റ്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ലോ നറേഷൻ സിനിമയുടെ ഒരു പേസിനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ടോ എന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരുന്ന കാര്യങ്ങൾ കുറച്ച് മുൻപേ തന്നെ ആസിഫ് അലി റിവീൽ ചെയ്യുന്നതും ക്ലൈമാക്സിൽ കാര്യമായ മാറ്റങ്ങൾ, അതായത് ക്ലൈമാക്സിൽ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്ന കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ വരുന്നതും എനിക്ക് പേഴ്സണലി വന്നിട്ട് കുറച്ചൊരു നിരാശ തോന്നി. കാരണം അത് അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പേ പറയേണ്ടിയിരുന്നില്ല, കാരണം അത് ഗംഭീരമായിട്ടുള്ള സംഭവമായിരുന്നു, മുമ്പേ പറയേണ്ടിയിരുന്നില്ല എന്നും എനിക്ക് പേഴ്സണലി ഇതിൻ്റെ അകത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം തലവൻ എന്ന് പറയുന്നത് ആസിഫ് അലിയുടെയും ബിജു മേനോന്റെയും ജിസ്റ്റോയുടെയും ഗംഭീരമായിട്ടുള്ള ഒരു കംബാക്ക്, ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് പ്രേക്ഷകന് തരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രശ്നങ്ങൾ, അതായത് അതിന് ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു സ്ലോനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാണുന്ന ഒരു പ്രേക്ഷകന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമയായിട്ടാണ് ആക്ച്വലി തലവൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് ചിലവർക്ക് വന്നിട്ട് അത് അത്രയും സീറ്റ് എഡ്ജി ആവാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി വന്നിട്ട് അതിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നിയെങ്കിലും ആകെ മൊത്തത്തിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ ആയിട്ടാണ് ആക്ച്വലി തലവൻ അനുഭവപ്പെട്ടുള്ളത്. സോ ഡു വാച്ച് തലവൻ ഇൻ തിയേറ്റേഴ്സ്.